ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത്. കുറേ ദിവസം എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം പതിയെ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ഞങ്ങൾ കോക്കോയായിട്ടാണ് പോകുന്നത്. കാരണം അവളെ വിട്ടിട്ട് പോകുമ്പം ഭയങ്കര പേടിയാണ്. വെളിയിലൊക്കെ പോകുമ്പോഴേ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ. അപ്പം അവളെ കൊണ്ട് പോകാൻ പറ്റിയൊരു സ്ഥലം നോക്കി നടന്നപ്പോൾ ക്യൂൻസ് ബേയിൽ നമ്മൾ പലപ്പോഴും പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ക്യാറ്റ്സായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ അവളുമായിട്ട് പോകാമെന്ന് കരുതി. ആദ്യം ആൾ കുറച്ച് പേടിച്ചൊക്കെ ഇരുന്നെങ്കിലും പിന്നീട് ഓക്കെ ആയി. അവിടെ ഫുൾ ഓടി നടക്കും ബഹളമൊക്കെ ആയിരുന്നു. അപ്പം അയറിന് പിടിച്ച് വെച്ചേക്കാണ് ഓടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അയറും പറയുക, അവൾ ഓടിപ്പോവും അമ്മ, അവിടെ എവിടെ ചാടാനൊക്കെ നോക്കുന്നുണ്ടെന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നീ കൈവച്ച കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു, പാനിപ്പൂരിയൊക്കെ കഴിച്ചു. ആ വീഡിയോസൊന്നും എടുത്തില്ല ഞാൻ. ഒരുപാട് പേര് കോക്കോയെ കണ്ടിട്ട് അടുത്ത് വരികയും കണ്ടോ അവൾ ചാടിപ്പോകാൻ നോക്കുന്നുണ്ടോ. പിന്നീട് നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് മറൈൻ എക്സ്പോ കാണാനായിരുന്നു, എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ. അവിടെ ടിക്കറ്റ് 120 ആയിരുന്നു ഓരോരുത്തർക്കും എടുത്ത്. നമുക്കൊരു പേടി ഉണ്ടായിരുന്നു കോക്കോയെ കയറ്റുമോ എന്നുള്ളത്. പക്ഷേ കുഴപ്പമില്ല, ഉള്ളിൽ കയറ്റാൻ പറ്റി. പിന്നെ അയർ ഭയങ്കര എക്സൈറ്റഡാണ്, കുറച്ച് മീനിനെയൊക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ മത്സ്യകന്യയെ കാണാമെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഈ മന്ത് ലാസ്റ്റ് വരെയാണെന്ന് തോന്നുന്നു ഈ എക്സ്പോ ഉള്ളത്. നമ്മളിത് അറിഞ്ഞില്ല, ആ വഴി പോയപ്പം കണ്ടിട്ട് ബോർഡ് കണ്ടിട്ട് കയറിയതാണ്. പിന്നെ കുറേ ഫിഷിനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓരോ അക്വേറിയം ഇട്ടിട്ട്. അവർക്കിങ്ങനെ എന്താ ഓക്സിജൻ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ മീനിന് വേണ്ടിയിട്ട്. അതാണ് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോക്കോ കണ്ടിട്ട് കോക്കോ ഭയങ്കര ഒരു അതിശയത്തോടെ ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോ. അങ്ങനെ നമ്മൾ കുറേ ഫിഷിനെ കണ്ടു. പക്ഷേ ഇത് ഏത് ഫിഷാണെന്നോ എന്താണെന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. കുറേ ഫിഷിനെ ഇങ്ങനെ ഇട്ടിട്ട് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അതും കൂടി എഴുതിയിരുന്നെങ്കിൽ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ അറിയാമല്ലോ. കണ്ടോ കോക്കോ കണ്ടോ ഫിഷിനെ കണ്ടിട്ട്. അപ്പം ഇക്കാണെങ്കിൽ അത് ഒരു ബാഗിലൊക്കെ അവളിങ്ങനെ ഫ്രണ്ടിലോട്ടിട്ട്, അപ്പോൾ അവൾക്ക് കാണാമല്ലോ. പിന്നെ നമ്മൾ കുറേ നേരം ഇത് കണ്ടുകൊണ്ട് കുറേ നടന്നു. മത്സ്യകന്യയെ കാണാമെന്ന് അയറിന് ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് പോയി നോക്കാം, കാണുമായിരിക്കും എന്നുള്ളത്. പിന്നെ എൻ്റെ ഉള്ളിലൂടെ പോയി. ഇതാണ്ട് ഈ മീനെ കണ്ട് നിങ്ങൾക്ക് കരിമീനെ പോലെ തോന്നിയാൽ, പക്ഷേ ഇത് കരിമീനല്ല, വേറെ എന്തോ ഒരു മീനാണ്. പിന്നെ ഇതൊരു പാമ്പ് പോലെ ഇരിക്കുന്നൊരു മീനുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് അവിടെ വെച്ചിട്ട് ഹസ്ബൻഡ് ഇത് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം മറന്നുപോയി. പിന്നെ കുറേ കളേഴ്സൊക്കെ ഉള്ള മീനുണ്ടായിരുന്നു. ഇതുണ്ട് ഒരു ടണൽ പോലെ ഇത് കൊടുത്തേക്കും മീനിന് വേണ്ടിയിട്ട്. ഇത് നല്ലൊരു രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കണ്ടു കുറേ അങ്ങനെ നടന്നു. അപ്പോൾ ദേ മത്സ്യകന്യ അവസാനം കണ്ടു. ഇവർ കുറേ നേരം അതിൻ്റെ അടുത്ത് നമ്മളുമായിട്ട് ഇൻട്രാക്ഷനൊക്കെ നടത്തും. ഇത് പിള്ളേരെയൊക്കെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടെ വന്നിട്ട്. അയറിനും ഒരു ലവ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ടൊരു. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വേഷമൊക്കെ ഇട്ടൊരാളെ കാണുന്നത്. പിന്നെ ഇത് നമ്മൾ ദുബായ് അക്വേറിയത്തിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ആൾക്കാരെ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട്. കേരളത്തിൽ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. പിന്നെ അങ്ങനെ നമ്മളത് കുറേ നേരം കണ്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ ഉള്ളിലോട്ട് കയറി. പിന്നെ ഇതുപോലുള്ള ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഫ്രൈഡ് പൊട്ടറ്റോ ഒക്കെ കഴിച്ചിട്ട് നേരെ